നമുക്ക് നോക്കാല്ലേ? കാണുന്നില്ലല്ലോ. എത്തും സാർ, ഉടനെ എത്തും. കണ്ടോ? കണ്ടില്ലെങ്കിൽ കണ്ടോ? ആരാണ് ആർഷോ? ഈ ആർഷോ തന്നെ തട്ടിപ്പ് കേസിൽ നിൽക്കുകയല്ലേ? ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. കേരളത്തിലെ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഇവർ നടത്തുന്ന അനപലഷണീയമായ പ്രവണത കൊണ്ട് അതിന്റെ വിശ്വാസ്യത തകർന്നിരിക്കുകയാണ്. രാഘവൻ പറഞ്ഞത് വാസ്തവം. രാഘവൻ പറഞ്ഞത് വാസ്തവം. പോടാ പുറത്ത്. ഞാൻ പോവൂല. നിന്നോട് പോവാനാ പറഞ്ഞത്. ഞാൻ പോവൂലെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തിനു നിർബന്ധിക്കണം? ഞാൻ ചോദിക്കട്ടെ, ആർഷോ കേസ് ഇത് പരിശോധിച്ചുകൊണ്ട് ഇയാൾക്ക് ക്ലീൻ ചിട്ട് കൊടുക്കാൻ എന്ത് അധികാരം? ഈ കാക്കിക്കുപ്പായത്തിനുള്ളിലെ മനസാക്ഷി മരിച്ചു മരവിച്ചു പോയിട്ടില്ലെങ്കിൽ ഈ സംഭവങ്ങളെ കുറിച്ച് സാർ ആദ്യം അന്വേഷിക്കും. എന്ത് അധികാരത്തിന്റെ പുറത്താ SFI PM ആർഷോ ഇത് അന്വേഷിച്ച് ഇതിന്റെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു പറഞ്ഞത്? പോലീസിന്റെ പിടികിട്ടാപ്പുള്ളിയായിട്ടുള്ള ആർഷോ ഒരു രേഖ പരിശോധിച്ചിട്ട് അതിന്റെ ആധികാരികത തീരുമാനിക്കുന്നു പറഞ്ഞാൽ കിടുവാ പിടിച്ചെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാ നേരിട്ട് കണ്ടത്. PM ആർഷോ ഇടപെടുന്ന കേസുകൾ വ്യാജരേഖ ചമയ്ക്കുന്ന കേസുകളായിട്ട് മുഴുവൻ മാറി. ഇതിനുള്ള മറുപടി പറയാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ സമയം ഞാൻ അല്പം ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്തിനാ PM ആർഷോ അന്വേഷണ കമ്മീഷൻ ആയത്? എന്തിനാ അദ്ദേഹം വെളിപ്പെടുത്തിയത്? കാരണം അദ്ദേഹത്തിനും ഇതിനകത്ത് പങ്കുണ്ട്. ഞാനിവിടെ കിടന്ന് തീ തിന്ന കുറച്ചുകൂടെ തീ തിന്നുക, എന്നിട്ട് അതിന്റെ കൂടെ കുറച്ച് മണ്ണോടെ കഴിച്ചോളൂ, ഒന്ന് ആളി പടരട്ടെ, എന്നാൽ അതിന്റെ ബുദ്ധി ഒന്ന് ഉണരൂ. ഈ നടക്കുന്ന SFIയുടെ നേതൃത്വം നടക്കുന്ന മുഴുവൻ തട്ടിപ്പുകളും സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് നടക്കുന്ന തട്ടിപ്പുകളാണ്. ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. എന്തോ എടാ, ഇവിടെ ഇതും ഇതിന്റെ അപ്പുറം നടക്കുന്നത്. എനിക്കെല്ലാമായി തൃപ്തിയായി. അപ്പൊ നമുക്ക് നോക്കാല്ലേ? ഇതാണ് ഹൈറേഞ്ചിലെ വിപ്ലവ സിംഹം സഖാവ് ശശിയാശൻ. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ, സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? ഈ ഗവൺമെന്റ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങും. ഭയപ്പെടേണ്ടവർ പലരും അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്. മനസ്സിലാക്കി കളഞ്ഞല്ല. നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ബാക്കിയുള്ളവരുടെ മനസമാധാനം കളയാനായിട്ട് ഈ ആക്രമണം അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ ഇറങ്ങും. ജനങ്ങൾ ഇറങ്ങിയാൽ അവരെ പിടിച്ചു നിർത്താൻ നിങ്ങൾ കഴിയില്ല. താൻ ഇവിടെ ഇരുന്ന് ഇല്ലാത്ത വെട്ടിത്തരങ്ങളൊക്കെ വിളിച്ചു പറയും. പോലീസുകാർ വന്ന് പൊക്കുന്ന ഞങ്ങളെ ആയിരിക്കും. ഒരു അടിക്കുറിപ്പ് കൂടി വേണം. വെളുക്കാൻ തേച്ചത് പാണ്ടായി. നിയമസഭയിലുണ്ട് എന്തും പറയാ. ഒരു കുഴൽമാടനോ ഒരു മാടൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കും. നമ്മളിവിടെ തുണിയിലാണ്ട് ഇവനെയൊക്കെ വള്ളിച്ചൂടിനടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. പിണറായി വിജയന്റെ കുടുംബം ഈ നാട്ടിലെ ജനങ്ങളുടെ ഐശ്വര്യമാണ്. അത് നന്നായിരിക്കും, അത് അസലായിരിക്കും. ഇത് എവിടുത്തെ മര്യാദ? പണം ഉണ്ടാക്കാൻ വേണ്ടി പല വൃത്തികേടുകളും കാണിക്കുന്നു. എന്നത് ചിങ്കം നന്നായിരിക്കും. ഈ നാട്ടിലെ ജനങ്ങൾ നോക്കി നിൽക്കുമെന്ന് ധരിക്കരുത്. അപ്പൂതി മനസ്സിലിരിക്കുള്ളൂ. നാട്ടുകാർ കേൾക്കണ്ട. അയ്യേ, ഞാനൊരു ആഗ്രഹം പറഞ്ഞേ ഉള്ളൂ. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര നല്ല മനുഷ്യനും ആ തങ്കം പോലത്തെ കൊച്ചിന് ഈ ഗതി വരുമായിരുന്നു. എന്തിനാ വെറുതെ ദൈവത്തിനെ പഴിയായിരുന്നേ? അപ്പൊ നമുക്ക് നോക്കാല്ലേ? നമുക്കൊന്ന് പോയി നോക്കിയാലോ? പിന്നെന്താ വലത് കളിച്ചു കയറി എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാ. തന്നോട് കളിക്കാൻ ഞാനുണ്ട്. മന്ത്രി സജി ചെറിയാൻ സഭയിൽ പറയുന്നത് ചിന്ത 2 ടീമിലായി 67.37 ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിട്ടുണ്ടെന്ന്. ഇത് ന്യായമാ? നീ ആരുടെ എന്റെ അടുത്ത് ന്യായം ചോദിക്കാൻ? നീ എല്ല് മുറിയ പണി ചെയ്താ ഞാൻ പല്ല് മുറിയ തിന്ന. 1.14 കോടി രൂപ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം മാത്രം യുവജന കമ്മീഷൻ ചെലവാക്കിയെന്നുള്ളതാണ് പറയുന്നത്. അത്ര പണം മുടക്കിക്കൊണ്ട് ഈ യുവജന കമ്മീഷൻ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണ്? പിന്നാക്ക് ഞാൻ ഇതുവരെ ആരോടും പറയാത്തൊരു രഹസ്യമുണ്ട്. കേരളം അറിയാത്ത രഹസ്യം, ഇന്ത്യ അറിയാത്ത രഹസ്യം. ഇനി ഞാനത് മറച്ചു വെക്കുന്നില്ല. ഈ കറിയുടെ പൊന്നോമന പുത്രന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അതിനുവേണ്ടിയായിരുന്നു ഈ കഷ്ടപ്പാട് മുഴുവൻ. ഞാൻ ഇപ്പോഴും അടിയുറച്ചു പറയുന്നു, ശമ്പള വർധനവിന് വേണ്ടി ഞാനോ യുവജന കമ്മീഷൻ ഓഫീസ് മുഖാന്തരമോ ഒരു കത്തും അയച്ചിട്ടില്ല. സാങ്കേതികമാണ് പറയുന്നത്. ഒന്ന് പോവാ, ആ വിത്ത് ഇനി ഈ കണ്ടത്തിൽ ഇറങ്ങിയില്ല. അതെന്താ അങ്ങനെ? കുടിശ്ശിക നികത്തണമെന്നാവശ്യപ്പെട്ട് ചിന്തയുടെ അഭ്യർത്ഥന അടിസ്ഥാനത്തിലാണ് ചിന്തയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ഉത്തരവാണ്, ആർവിരേഷന് വേണ്ടി ഇറങ്ങിയ ഉത്തരവല്ലത്. വർധനവിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ല. കുടിശ്ശിക ആവശ്യപ്പെട്ട് ചിന്ത കത്തയക്കുന്നുണ്ട്. 2010 ധനം വകുപ്പ് തള്ളുന്നുണ്ട്.
എനിക്കൊന്നും അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്റെ മുമ്പിൽ ഇതൊന്നും ശ്രദ്ധയിൽ വന്നിട്ടില്ല. നീ അഭിനയിച്ചോ കലക്കുണ്ട്. ഒക്ക കള്ളന്മാരാ. എനിക്കെല്ലാമായി തൃപ്തിയായി. നമുക്ക് നോക്കാല്ലേ? നമുക്കൊന്ന് പോയി നോക്കിയാലോ? പിന്നെന്താ? വലത് കളിച്ചു കയറി. ഇതെന്താ ഞങ്ങളോടൊന്നും ആലോചിക്കാതെ പെട്ടെന്നൊരു വെടിക്കെട്ട് ചെണ്ടവേളം? അത് രാവിലെ സംഭവിച്ചൊന്നും ജനാർദ്ദന കുറിപ്പ് പറഞ്ഞില്ലേ? പ്രിയപ്പെട്ട ഡിഫിക്കാരെ, എസ്എഫ്ഐക്കാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പൊളിച്ചടുക്കാൻ ഇറങ്ങിയിരിക്കുക. ഇവരൊക്കെ രാത്രി 10 പതങ്ങിയും വന്ന് ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ? പോയാ എന്റെ സഹായം എന്റെ ചെക്ക് മേടിച്ചു കൊണ്ടുപോകുന്നവരാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കരുത്. എനിക്കൊരു കാര്യം ഉറപ്പായി, ഇവിടെ ആകെ ഒരു ചുറ്റിക്കളിയാ. ഒരു പുതുമുഖത്തിന് ഇത്രയും പ്രാധാന്യം എങ്ങനെ വന്നു? ഞങ്ങൾ തന്നെ കാരണം. 1 മണിക്കൂറിൽ ഏറെ നീണ്ട കിറ്റക് സാബുവിന്റെ പ്രസംഗം ഒരു ശത്രുവിനെ ആള് വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിക്കാൻ സാബു ജേക്കബ് കാട്ടിയ ധൈര്യമാണ്. പൊടി പൊടിച്ചു എന്ന് പറഞ്ഞാൽ അധികാവില്ല. ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കരുത്. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. എന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരാഴ്ചക്കുള്ളില് മുഖ്യമന്ത്രിയുടെ ഓമനപുത്രിയെ ഞാൻ അകത്താക്കും. ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കരുത്. അതെ, നിയമത്തിന്റെ മുമ്പിൽ ഒരു പ്രശ്നമല്ല. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യുക? ഇയാളെ കൊണ്ട് വലിയ ശല്യമില്ല. ഇത് സ്വപ്നയുടെ കയ്യിലിരിക്കുന്ന ബോംബല്ല, സാബു ജേക്കബിന്റെ കയ്യിലിരിക്കുന്ന ബോംബാണ്. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നതാ. നമ്മളൊന്ന് കാണുന്നുണ്ട്. പിണറായിയുടെ സ്വഭാവം അനുസരിച്ച് മകളെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നവരെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോകും. ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തോളാം. അതുപോലെ ഇവൻ നമ്മുടെ വരുവൻ തന്നെ. എന്റെ കയ്യിലിരിക്കുന്ന ബോംബ് ആറ്റം ബോംബാണ്. ഭീഷണിപ്പെടുത്താൻ വന്നിരിക്കരുത്. നിങ്ങൾക്കിപ്പോൾ കണ്ടക സാറ്റർഡേ ആണ്. എന്താ കണ്ടക ശനിയാണെന്ന്? പിടിക്കുന്നുള്ള ഭയം ഉണ്ടായാൽ തന്നെ ആരെയും പിടിക്കും. അതുകൊണ്ട് പിടിക്കൂല എന്ന് വിശ്വസിച്ചോളൂ. മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് വലിയ അടുപ്പം. മുഖ്യമന്ത്രി വിദേശത്ത് പോകുമ്പോഴൊക്കെ ഇദ്ദേഹം കൂടെ പോയി. ബാബു എങ്കിലും ഒന്നെന്റെ കൂടെ വന്നായിരുന്നു. ഞാൻ വരാം സാർ. സാബു പറയുന്നതനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രി മയോ ക്ലിനിക്കിൽ കിടന്നപ്പോൾ എല്ലാ ദിവസവും സാബു കൂടെ. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഓരോന്നിനും അതിന്റേതായ സമയമുണ്ട് മോനെ. നമുക്കങ്ങ് സുഖിക്കണം. അവിടെ എന്തൊക്കെയാണ് നടന്നത് എന്ന് സാബുവിന് നന്നായിട്ട് ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. പക്ഷെ ആ രീതിയിലുള്ള ഒരു മര്യാദ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നാണ് സാബുവിന്റെ ആരോപണം. നിങ്ങൾ പ്രശ്നം വഷളാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? നന്ദി വേണോടോ, നന്ദി. ഇവിടെ മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കുമാര, ഞാൻ ഇനി എന്ത് ചെയ്യും? അപ്പൊ നമുക്ക് നോക്കാല്ലേ? നമുക്കൊന്ന് പോയി നോക്കിയാലോ? പിന്നെന്താ? വലത് കളിച്ചു കയറി. കാച്ചിക്കോ. പ്രിയമുള്ളവരെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. എന്തായാലും നിങ്ങളുടെ മുന്നിൽ എന്റേതായ ഒരു മാസ്റ്റർ പീസ് ഐറ്റം അവതരിപ്പിക്കുകയാണ്. കോൺ ബനേഗ കറോർപതിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. അടിപൊളി. ഈ ശബ്ദം ഞാൻ ഓർക്കുന്നു. എങ്ങനെ? ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായി. തോൽവി, വീണ്ടും തോൽവി. ഒരു ഉടായ്പായിട്ട് അറിയിക്കും. ഇതേ പരിപാടി തന്നെ ഷാറുഖ് ഖാൻ അവതരിപ്പിച്ചു. അതെങ്ങനെയായിരുന്നു? എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി മുഖം വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? കോൺ ബനേഗ കറോർപതി. നിനക്ക് നല്ലത്. എന്നിട്ട് എന്നോടാ കളി അല്ല. പിന്നെ ഇപ്പൊ പിടിച്ചാ നടത്തിക്കൊണ്ട് പോകാം. സിനിമാ താരങ്ങൾ വെടിക്കെട്ട് നടത്തിയാൽ എങ്ങനെയായിരിക്കും? വെടിവഴിപാടാണല്ലേ? ഞാൻ കത്തിച്ചു വിടാൻ പോകുന്ന എലിവാണം. കേട്ടില്ല എന്ന് വെച്ച് കിടന്നു. ഇനി മമ്മൂക്ക വന്നിട്ട് ഓലപ്പടക്കം പൊട്ടിച്ചാൽ എങ്ങനെയായിരിക്കും? എളുപ്പല്ലോ ഈ ആദ്യം ഓരോ സാധനങ്ങൾ കിട്ടാൻ. അപ്പൊ നമുക്ക് നോക്കാല്ലേ? ഹലോ. ഞാൻ അല്പം താമസിച്ചു പോയി. തെറ്റാതെ ചൊല്ലാൻ അറിയാമോ? അറിയാമോ? അത്യാവശ്യമാണെങ്കിൽ ആണ്. ഒരു സാമ്പിൾ നോക്കാം. റെഡി? 1 1 2 3 5. ഏത് കണ്ണ് ചോരയില്ലാത്തവന് ഈ കൊടിഞ്ചേരി ചെയ്തത്? എന്താ സാർ കട്ട് പറഞ്ഞത്? കൂടുതൽ നന്നായി പോയോ? ഒറ്റ കീറ് വെച്ചതാണല്ലോ ഇത്.
വലിയ തിന്മയാണ്. എന്തൊക്കെ ബഹളമായിരുന്നു. എങ്ങനെ ജനഗണമംഗള ആ ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. ഇനിയുണ്ട് കാണിച്ചു തരാം. ജനഗണമംഗളദായ ജയ ഹേ. നീ ഇത് കണ്ടോടെ? കണ്ടു. പിന്നെ എന്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? വിളിച്ചോണ്ട് ഇറങ്ങണേ. 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.